കഴിഞ്ഞ മാസം നടന്ന KLFൻ്റെ വീഡിയോ ആണ് ഒരു മാസത്തിന് ശേഷം ഞാനിത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ പതിവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശീലമായെന്ന് എനിക്കറിയാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇടണോ വേണ്ടതെന്ന് തന്നെ ഞാനൊന്ന് ചിന്തിച്ചു. കാരണം ഒരു മാസമായി ഓൾറെഡി എല്ലാവരും KLFൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷേ ഇത്തവണ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ 2 ഫ്രണ്ട്സും കൂടെയാണ് KLFന് പോയത്. അപ്പോൾ എന്തായാലും നമ്മുടെ കുറച്ച് നല്ല മൊമെൻറ്റ്സൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ അതെന്തായാലും ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവരെ രണ്ടുപേരെയും നിങ്ങൾ മുൻപ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത്തവണ ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്ന്, അതായത് തലേ ദിവസം വന്ന് പിറ്റേ ദിവസം നമ്മൾ KLFന് പോവാണ് ഉണ്ടായത്. അതായത് KLFൻ്റെ 2ാമത്തെ ദിവസം. കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ടോപ്പ് ഫോം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഇവിടുത്തെ ചിക്കൻ സ്റ്റൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇവരും കൂടെ ഒന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കയറിയത്. പക്ഷേ ഓൾറെഡി നമ്മൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് ചിക്കൻ സ്റ്റൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മുഖത്തെ നിരാശയും അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടാണ് ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടൻ കുറച്ച് ഗ്രേവി ഉണ്ടെന്ന് അത് തരട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിൽ ഗ്രേവി മാത്രമായിട്ട് തന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി ചിക്കൻ റോസ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ചിലവായത് ചിക്കൻ സ്റ്റൂവിൻ്റെ ഗ്രേവി ആയിരുന്നു കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ KLFൻ്റെ അവിടെ എത്തിയപ്പോൾ പതിവ് പോലെ ഗംഭീര തിരക്കായിരുന്നു കേട്ടോ. ഓരോ വർഷവും തിരക്കങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ അത്രയധികമാണ് ഇങ്ങോട്ട് വരുന്നത്, KLF കാണാനായിട്ട് വരുന്നത്. ഇത്തവണ വന്നതിലൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ രാവിലെ തന്നെ ഓടിപ്പടഞ്ഞ് വന്നത് സുനിത വില്യംസിൻ്റെ ടോക്ക് ഉണ്ടായിരുന്നു, അത് കേൾക്കാനായിരുന്നു. ടോക്ക് പോയിട്ട് ഒന്ന് കാണാൻ കൂടെ പറ്റിയില്ല. അതിലാണ് ഏറ്റവും കൂടുതൽ സങ്കടമായത് കേട്ടോ. ആ ബ്ലോക്കിൽ പെട്ടില്ലായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കാണാനെങ്കിലും പറ്റുമായിരുന്നു. ഇതിപ്പോൾ അതും നടന്നില്ല. അത് ശരിക്കും മിസ്സായി. നമ്മൾ ആദ്യം പോയത് അശ്വതി ശ്രീകാന്തിൻ്റെ ഒരു സെഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് നേരം അവിടെ പോയി നിന്ന് അത് കേട്ടു. അത് കഴിഞ്ഞ് നേരെ എഴുത്തോല എന്ന് പറയുന്ന സ്റ്റേജിലേക്കാണ് പോയത്. അവിടെ ബെന്യാമിൻ്റെ സെഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടാണ് അവിടെ പോയത്. അങ്ങനെ അത് പകുതിയായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിന് ഒരു വെർച്വൽ മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോഴാണ് അപ്പുറത്ത് ഗ്രന്ഥം എന്ന് പറയുന്ന സ്റ്റേജിൽ TD രാമകൃഷ്ണൻ ഒരു സെഷൻ നടക്കുന്നത് കണ്ടത്. ആക്ച്വലി നമ്മളത് KLFൻ്റെ ആപ്പിൽ നോക്കിയപ്പോൾ അത് ഡെലിഗേറ്റ്സിന് മാത്രം ഉള്ള സെഷനാണെന്നാണ് കണ്ടത്. അപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് ആളുകൾ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു. മുന്നിലൊക്കെ ഡെലിഗേറ്റ്സും അത് കഴിഞ്ഞിട്ട് ബാക്കിൽ സീറ്റ് ഉണ്ടെങ്കിൽ നമ്മളോടൊക്കെ കയറി ഇരുന്നോളാൻ പറഞ്ഞു. അതൊരു അടിപൊളി സെഷനായിരുന്നു കേട്ടോ. ഫ്രണ്ട് മീറ്റിങ്ങിലായിരുന്ന സമയത്ത് ഞാനും എൻ്റെ മറ്റേ ഫ്രണ്ടും കൂടെ ഈ സെഷൻ ഫുള്ളിരുന്ന് കണ്ടു. കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന ഫ്രാൻസിസ് സിറ്റിക്കോരുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ബുക്കിനെ കുറിച്ചിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോക്കായിരുന്നു. അത് ഗംഭീര സെഷനായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവർ ബുക്കിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ബിന്യാമിൻ്റെയും അതുപോലെ TDയുടെ ഒക്കെ സൈനോട് കൂടിയിട്ടുള്ള അവരുടെ ബുക്കുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വർഷം സൈൻഡ് കോപ്പീസൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. ഓരോ തവണ KLFന് വരുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാവും കേട്ടോ. ഇത്തവണയും ഫ്ലീ മാർക്കറ്റും ഫുഡ് കോർട്ടും അതുപോലെ തന്നെ ബുക്ക് സ്റ്റാളുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ രാവിലത്തെ 2 സെഷൻ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടു. എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരും ആദ്യമായിട്ടാട്ടോ KLFന് വരുന്നത്. അവരിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നത് ഈ ഒരു ബുക്ക് ഷോപ്പ് കാണാനായിട്ടാട്ടോ. നമ്മൾ അവിടേക്കാണ് ഇനി കയറാൻ പോണത്. എനിക്ക് ഉറപ്പായിരുന്നു നല്ല തിരക്കായിരിക്കും എന്നുള്ളത്. കാരണം കഴിഞ്ഞ തവണ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തതാണല്ലോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ ഒരു പുസ്തകം ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. കാരണം അത്രയധികം ബുക്കുകളുടെ ഒരു കളക്ഷനാണ് ഇവിടെ ഉള്ളത്. നമുക്കെല്ലാം മറ്റേ സിനിമയിൽ ബിന്ദു പണിക്കർ ഓടിപ്പോയി എല്ലാ സാധനങ്ങളും എടുക്കുന്ന പോലെ എടുക്കാനൊക്കെ തോന്നും. അങ്ങനെയാണ്. കഴിഞ്ഞ വർഷം അതുപോലെ ഞാൻ ഒരുപാട് ബുക്കുകൾ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് വന്നത്, അധികം ബുക്സ് ഒന്നും എടുക്കുന്നില്ല. ഒന്നാമത് ഇത്രയും ബുക്സ് വാങ്ങിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നേക്കാളും ഇതിപ്പോൾ DCയുടെ ഏത് ഷോപ്പിൽ പോയാലും നമുക്ക് ഓൺലൈനായിട്ടും ഒക്കെ കിട്ടാവുന്നതാണ് ഈ ബുക്സൊക്കെ തന്നെയും. അപ്പോൾ പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകണ്ട. മാത്രമല്ല വാങ്ങിച്ച ബുക്സൊക്കെ കുറച്ചെണ്ണം വായിക്കാനുണ്ട് ഇനി. അപ്പോൾ അതൊക്കെ വായിച്ചിട്ടേ ഇനി പുതിയ ബുക്ക് വാങ്ങുന്നുള്ളൂ എന്നൊക്കെയായിരുന്നു അവിടെ എത്തുന്നത് വരെയുള്ള ഒരു വിശ്വാസം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത്രയും ബുക്സ് ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരെണ്ണെങ്കിലും എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു 2 ചെറിയ ബുക്സ് ആട്ടോ, വലിയ ബുക്സൊന്നുമല്ല, 2 കുഞ്ഞ് പുസ്തകങ്ങൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് റെഡ് FMൻ്റെ പരിപാടി നടക്കുന്നത് കണ്ടത്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറി അങ്ങനെ ആ പരിപാടിയൊക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്കൊന്ന് പോയി സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് ഫ്രഷായിട്ട്
ഇനി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റൂം. റോയൽ പ്ലാസ സിറ്റി എന്ന് പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം. ഇവിടെ നിന്ന് നല്ല ബിരിയാണി കഴിക്കും. കോഴിക്കോട് വന്നാൽ പിന്നെ ബിരിയാണിയാണല്ലോ, അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസും ഉണ്ട്. എന്നാലും ഞാനൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പണ്ടെപ്പോഴോ എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിന് മുന്നത്തെ പ്രാവശ്യം KLF-ന് വന്നപ്പോൾ ഞങ്ങൾ ബോംബെ ഹോട്ടലിൽ നിന്ന്, അന്ന് ഞാനും പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടുമായിരുന്നു കോഴിക്കോടുള്ള, അപ്പോൾ നമ്മൾ ഒരുമിച്ച് ബോംബെ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചിരുന്നു. അപ്പോൾ അന്ന് അവിടെ നിന്ന് കഴിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇവരെ അവിടെ കൊണ്ടുപോയി. പക്ഷേ അതൊരു മോശം തീരുമാനമായിരുന്നു എന്ന് പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം ബിരിയാണി സത്യം പറഞ്ഞാൽ കൊള്ളില്ലായിരുന്നു. അതെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷേ നമുക്ക് ശരിക്കും റഹ്മത്തുനിന്നോ അല്ലെങ്കിൽ കുറ്റിച്ചിറയെന്നോ പാരഗണിന്നൊക്കെ കഴിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പണ്ട് കഴിച്ചൊരു ഓർമ്മയിൽ അവിടെ പോയതാണ്. പക്ഷെ അതങ്ങോട്ട് വർക്കായില്ല. ഇനി നമ്മൾ 3 പേരും അന്ന് ചെന്നതിൻ്റെ ആ ദിവസത്തിൻ്റെ പ്രത്യേകതയാണോ എന്ന് അറിഞ്ഞുകൂടാ. 3 പേർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല ബിരിയാണി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ബീച്ചിൻ്റെ അവിടേക്ക് പോയി. പിന്നെ നമ്മൾ ഫ്ലീ മാർക്കറ്റിൻ്റെ അവിടെയും ഫുഡ് കോർട്ടിൻ്റെ അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടു. എല്ലായിടത്തും നല്ല തിരക്ക് തന്നെയാണ്, എന്നാലും അവിടേക്ക് ഒന്ന് പോയി കണ്ടു. പിന്നെ വൈകുന്നേരം ആവും തോറും നമുക്ക് ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കാനുള്ള ആ ഒരു ഇഷ്ടം ഇങ്ങനെ കൂടിക്കൂടി വരും. കാരണം ഒരു പ്രത്യേക വൈബാണ്. എനിക്ക് KLF-ന് വന്ന ഒരു ഇഷ്ടമുള്ള ഒരു പാർട്ടാണിത്. ഇവിടെ ഇങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം നിൽക്കുക എന്നുള്ളത്. നമ്മൾ അടുത്തതായിട്ട് പോയത് ദീപ നിശാന്തും അതുപോലെ KK നിശാന്ത് എന്ന് പറയുന്ന സിംഗർ, BK ഹരിനാരായണൻ, ഇവരെല്ലാം കൂടെ ഉള്ള ഒരു സെഷൻ കാണാനായിരുന്നു. BK ഹരിനാരായണൻ്റെ കുന്നംകുളം താജ്മഹൽ എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ചിട്ടായിരുന്നു ആ ഒരു സെഷൻ. അതും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സെഷനായിരുന്നു. എനിക്ക് BK ഹരിനാരായണൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിഷാദ്, അവരുടെ പാട്ടും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് കേട്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു ആ സെഷൻ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഞാൻ നേരത്തെ പറഞ്ഞ സൺസെറ്റും ആസ്വദിച്ചിട്ട് ബീച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. കുറേ പേരിങ്ങനെ ബഹളം വെക്കുന്നത് കേട്ടിട്ടാണ് നമ്മൾ നോക്കിയത്. ഒരു തിമിംഗലം, എനിക്കത് ശരിക്കും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇത്ര അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ലായിരുന്നു. നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചത്തിട്ട് തീരത്തടിഞ്ഞിട്ട് കോഴിക്കോട് തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ജീവനോടെ നമുക്ക് കരയുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ പോകുന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെ ഒരു കാഴ്ച കണ്ടത്. അത് അടിപൊളിയായിരുന്നു. രാത്രിയായപ്പോൾ മൊത്തത്തിൽ കളർ അങ്ങോട്ട് മാറി, വേറൊരു ഫീലായിരുന്നു. എനിക്ക് മുൻപ് വന്നപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു രാത്രി ഇങ്ങനെ KLF-ൻ്റെ അവിടെ നിൽക്കണം, കാണണം എന്നൊക്കെ. അത് അടിപൊളിയായിരുന്നു. രാത്രി വൈബ് അടിപൊളിയാണ്. കുറേ പേര് അവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ പേര് ചുറ്റിലും ഉണ്ടായിരുന്നു. നമ്മളും അവിടെ കുറച്ച് നേരമൊക്കെ പോയി നിന്ന് കണ്ടു. പിന്നെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണല്ലോ ഈ ഉപ്പിലിട്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മൾ കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ രാത്രിയായപ്പോൾ അവിടെ മൊത്തത്തിൽ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് റൂമിലേക്ക് പോകണമെങ്കിൽ ഓട്ടോ കിട്ടാനൊക്കെ ഭയങ്കര കഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോഴിക്കോടുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, ചിഞ്ചു എന്ന് പറയുന്നത്. അപ്പോൾ അവൾ വരുന്നുണ്ട്, നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവർ കാറെടുത്ത് വന്നു. എന്നിട്ട് അവളെയും കണ്ട് നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണവും കഴിച്ചിട്ടാണ് തിരിച്ച് അവർ നമ്മളെ റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്തത്. രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയതും ടോപ്പ് ഫോമിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് രാവിലെ മിസ്സായ ആ ചിക്കൻ സ്റ്റൂ രാത്രി നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. പിറ്റേ ദിവസം രാവിലെ തന്നെ അശ്വതിയും ഭാഗ്യയും തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാനും അവരുടെ കൂടെ ഇറങ്ങി.
പക്ഷെ എനിക്കെന്തോ നമ്മൾ കുറച്ചും കൂടെ അടുത്താണല്ലോ, അതുകൊണ്ട് ഇപ്പം തന്നെ പോകണ്ട, KLFൻ്റെ അവിടെ ഒന്നും കൂടെ പോകണം എന്നുള്ളൊരു തോന്നലിങ്ങനെ ഉണ്ടായി. അങ്ങനെ ഒന്നും കൂടെ അവിടെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ തീരെ തിരക്കുണ്ടായിരുന്നില്ല. ഇന്നലെ കണ്ട പോലെ ആയിരുന്നില്ല കേട്ടോ. സ്റ്റേജുകളൊക്കെ കാലിയായിരുന്നു. ഓരോ സെഷൻസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യം എഴുത്തോല സ്റ്റേജിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ സന്തോഷ് ചിക്കാനത്തിൻ്റെ മിസാറു എന്ന് പറയുന്ന ഒരു കഥയുടെ രംഗാവിഷ്കാരമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്താ പ്രോഗ്രാം എന്നുള്ളതൊന്നും. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഇതാണെന്ന് അറിഞ്ഞത്. അടിപൊളിയായിരുന്നു കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. അതിൽ അഭിനയിച്ചവരൊക്കെ അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ടൈം ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഒപ്പം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോൾ കണ്ടത്. ഇത് ആക്ച്വലി ഇന്നലെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ട് അങ്ങനെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നതാണ് ആക്ച്വലി. ഇവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അതിൽ വരും. അപ്പോൾ നമ്മൾ അതിനൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ഒരു വീക്കിലെ മെൻ്റൽ സ്ട്രെസ്സ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഒരു ലെവൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇവർ പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് ഒരു കാർഡൊക്കെ തരും കേട്ടോ. അതൊരു അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ കുറച്ച് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. മാത്രമല്ല ഇവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു 30+ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തെറാപ്പി കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഇവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നിന്ന് അടുത്ത KLFൽ കൂടാമെന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് KLF വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.